ഓക്കെ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞു. 4-ാം തീയതി വോട്ടിങ്ങിന് വേണ്ടിയിട്ട് കേരളം ഒട്ടാകെ വെയിറ്റ് ചെയ്യണം. നമുക്കറിയാം, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അട്ടിമറികൾ, മെഷീൻ ഹാക്കിങ്, മെഷീൻ തന്നെ മാറ്റി സ്ഥാപിച്ചതായിട്ടുള്ള പരാതികൾ, നിരവധിയായിട്ടുള്ള പരാതികൾ, പല തരത്തിലുള്ള അനുഭവങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം 4-ാം തീയതി വരെയുള്ള ഒരു 10-25 ദിവസം നമ്മളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വോട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള കാവൽ ഏർപ്പെടുത്താൻ UDF നേതൃത്വം തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിലെ JDT ഇസ്ലാമിൽ 4 ബേപ്പൂർ ഉൾപ്പെടെയുള്ള നോർത്തും സൗത്തും സൗത്ത് ഇവിടെ തന്നെ 8 മണ്ഡലങ്ങളുടെ മെഷീനുകൾ സൂക്ഷിച്ച സ്ഥലമാണ് ഈ JDT ക്യാമ്പസ്. ഇവിടെയാണ് ഞാനുള്ളത്. പിന്നിൽ കാണുന്ന സ്ക്രീനുകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തകർക്ക് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മൾ ഉയർത്തുന്ന ഒരു ചോദ്യം, കേരളത്തിലെ ഒരു സ്ഥലങ്ങളിലും CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF-ന്റെ മുന്നണിയിലെ ഒരാൾ പോലും ഇതുപോലെയുള്ള പോളിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ഥലങ്ങളിൽ കാവൽ നിൽക്കുകയോ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള സാധ്യതകളെക്കുറിച്ച് കേരളത്തിൽ ജനം ചർച്ച ചെയ്യുകയാണ്. ഇപ്പോഴും കൃത്യമായ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല എന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇതിനോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പോളിറ്റ് ബ്യൂറോയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, പത്രങ്ങളിൽ വന്ന വാർത്ത, കേരളത്തിലെ 18 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്തിരിക്കുന്നതാണ്. മുഖ്യമന്ത്രി ആ 18 മണ്ഡലം ഏതാണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അവിടെ ആ മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടാണ് അവിടെ മാത്രം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. കേരള ജനത ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ സാധ്യത വളരെ ഗൗരവമായി ആകാംക്ഷയോട് കൂടിയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിലുള്ളവരാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്, ഇവിടുത്തെ സാമൂഹിക ചുറ്റുപാടുകളെ കുറിച്ച് അറിയുന്നവരാണ്. ഞാനും ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഈ പിണറായിസവുമായി ബന്ധപ്പെട്ട, ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 1.5-2 വർഷമായി പിണറായി എടുത്ത ന്യൂനപക്ഷ വിരുദ്ധ സമീപനം, പോലീസിൽ ഉൾപ്പെടെ ഉണ്ടായ ഒരുപാട് ഇഷ്യൂസ്, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വോട്ട് ചെയ്യിക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ ആ 18 മണ്ഡലം, എന്താണ് ആ മണ്ഡലത്തിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന കേരളത്തിലെ 122 മണ്ഡലങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ അവർക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നാണല്ലോ. പക്ഷെ 122 മണ്ഡലങ്ങളിലെ കേരളത്തിലെ ന്യൂനപക്ഷവും മതനിരപേക്ഷ ജനങ്ങളും ഈ പറയുന്ന പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ 18 മണ്ഡലങ്ങളിൽ മാത്രം, എന്തുകൊണ്ടാണ്? അദ്ദേഹം അത് വ്യക്തമാക്കണം. അതുകൊണ്ട് ജനങ്ങൾ ഇന്ന് ചിന്തിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി, മെഷീൻ പോളിംഗ് ബൂത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി മെഷീൻ മാറ്റിവെക്കുന്നതിലപ്പുറം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഇതിലെ ഇലക്ട്രോണിക് ചിപ്പ് ഹാക്ക് ചെയ്യാൻ കഴിയും എന്ന ചർച്ചകൾ ഇവിടെ നടക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇവിടുത്തെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. 100 സീറ്റിൽ കുറയാത്ത സീറ്റിന് UDF ഇവിടെ അധികാരത്തിൽ വരും, ഒരു തർക്കമില്ല. അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അത്രമാത്രം ആന്റി പിണറായിസം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ അധികാരത്തിൽ തിരിച്ചു വരുമെന്നും കേരളത്തിലെ 18 സീറ്റിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് എന്നും പറയുന്ന മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ, അതിനെ നമ്മൾ വളരെ സംശയത്തോടു കൂടി കാണണം. എന്തായാലും തിരഞ്ഞെടുപ്പ് റിസൾട്ട് 4-ാം തീയതി അറിയുമ്പോഴേ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് അറിയൂ. കേരളത്തിലെ ഒരു സ്ഥലങ്ങളിലും CPM-ന്റെയോ ഇടതുപക്ഷത്തിന്റെയോ ഒരു പ്രവർത്തകൻ പോലും ഈ പറയുന്ന മെഷീനുകൾ സ്ഥാപിച്ചിട്ടുള്ള, സ്റ്റോർ ചെയ്തിട്ടുള്ള കെട്ടിടങ്ങൾക്ക് മുന്നിൽ കാവലിരിക്കുന്നില്ല എന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഈ സംശയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്.